ഇതാരാ സംസാരിക്കണേ? ഏഞ്ചലിന്റെ വീട് എവിടെയാ? അതെവിടെയാ സ്ഥലം? എവിടെയാ? കണ്ണൂർ ജില്ലയിൽ എവിടെയാ? എവിടെ? എവിടെയാ അരിക്കമല? തൊട്ടടുത്ത സ്ഥലം പറ, സിറ്റി പറ. അരിക്കമല എന്ന് പറഞ്ഞാൽ എവിടെയാ? കണ്ണൂർ എവിടെയാ? ചെമ്പേരിയാണോ? ചെമ്പേരി ഭാഗത്താണോ? ശ്രീകണ്ഠപുരം ഭാഗത്താണോ? ചെമ്പേരി ഭാഗത്താണോ? അടുത്ത സിറ്റി അല്ലേ പറയേണ്ടത്? ചെമ്പേരി എന്നല്ലേ പറഞ്ഞാലല്ലേ അറിയുള്ളൂ. ചെമ്പേരി നിന്ന് എത്ര ദൂരമുണ്ട്? കുടിയാൻമല ഭാഗത്താണോ? ചന്ദനക്കാമ്പാറ ഭാഗത്താണോ? ചെമ്പേരിന്ന് കിഴക്കോട്ട് പോയാൽ ചന്ദനക്കാമ്പാറ, വടക്കോട്ട് പോയാൽ കുടിയാൻമല. അവിടുന്ന് കുറച്ച് വടക്ക് വടക്ക് പടിഞ്ഞാറോട്ട് പോയാൽ എന്റെ നാട് നടുവില്. ഞാൻ നടുവിലാണ്. അറിയോ നടുവില്? എങ്ങനെ കേട്ടത്? ആരായി നമ്പർ തന്നെന്ന് പറഞ്ഞത്? ആരാ നമ്പർ തന്നത്? അതാരാ അത്? ഏത് സ്കൂളിലാ? പള്ളിയിലോ? അയാൾക്ക് എങ്ങനെ എന്നെ അറിയാം? ബ്രദറിന് എങ്ങനെ എന്നെ അറിയാന്നാ ഞാൻ ചോദിച്ചത്. മോളുടെ അപ്പനും അമ്മയ്ക്ക് എന്താ ചെയ്യണേ? വേറെ ആരൊക്കെയുണ്ട് വീട്ടില് മോളുടെ? ഓക്കെ. ചേച്ചി എന്താ ചെയ്യണേ? എവിടെയാ പഠിച്ചത്? അതെന്താ തിരുവനന്തപുരം പോയി പഠിച്ചത്? അവിടെ ഏത് സ്കൂളിലാ? ഓക്കെ. അപ്പൊ മോള് ഏത് ക്ലാസ്സിലാ പഠിക്കണേ? ഏഞ്ചല്. നീ ശരിക്കും ഏഞ്ചലിനെ പോലെ ഉണ്ടോ? മോളെ ഓ, ഏഞ്ചലിന് ചിറകുണ്ടോ? ഓഹോ, അതാര് വരച്ചു കൊടുത്തതാ? ആണോ? അപ്പൊ മോള് മാലാഖയെ പോലെ പറക്കാൻ ഇഷ്ടമില്ല? അപ്പൊ ഇപ്പൊ വീട്ടിലാരാ ഉള്ളത് കൂടെ? എവിടെയാ തുണി അലക്കുക? ഓക്കെ. അപ്പൊ സ്ഥിരമായിട്ട് വീട്ടില് ചേട്ടൻ ഉണ്ടാവില്ലേ? മോളും അമ്മയും മാത്രമേ ഉള്ളൂ? എന്ത് പഠിക്കാൻ? അതെവിടെ?
ആ ചേച്ചിയല്ലേ തിരുവനന്തപുരത്തുള്ളത്? അല്ല, ആ ചേച്ചി വന്നു, പ്ലസ് ടു കഴിഞ്ഞു. കഴിഞ്ഞു വന്നു. ആ, എന്നിട്ട് ഇനിയിപ്പോ എന്താ ചെയ്യാൻ പോണേ? ചേച്ചിക്ക് ഇനി IT പഠിക്കാനാണ് ഇഷ്ടം. എന്നിട്ടോ? ചേച്ചി IT എടുത്തിട്ട് ചേട്ടന്മാരുടെ കമ്പനിയിൽ കയറാണ്. അച്ഛൻ എന്താ ചെയ്യണ്ടായിരുന്നു? ചേട്ടന്മാരുടെ. മോളുടെ അച്ഛൻ എന്താ ചെയ്യണ്ടായിരുന്നേ? ഏ? മോളുടെ അച്ഛൻ എന്താ ചെയ്യണ്ടായിരുന്നേ? അച്ഛൻ എന്താ കടയിലെല്ലാം ജോലി പോകുന്നുണ്ടായിരുന്നു. ഹോട്ടലില്ലേ, ആ, ഹോട്ടലിലെല്ലാം ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു. കുക്കിംഗ് ആണോ ചെയ്യാ? ആ, അച്ഛൻ നന്നായിട്ട് കുക്ക് ചെയ്യും. മോള് പഠിച്ചോ കുക്കിംഗ് ഒക്കെ? എനിക്ക് അങ്ങനെ കുക്കിംഗ് അറിയില്ല. ആഹാ. അമ്മക്കറിയോ? മുട്ട പൊരിക്കാൻ അറിയാം, കഞ്ഞിയൊക്കെ അറിയാം, ചായയൊക്കെ അറിയാം. അമ്മക്കറിയോ? അമ്മക്കറിയാം, അമ്മക്കറിയാം. പറമ്പൊക്കെ ഉണ്ടോ? കൊറേ കൃഷിയൊക്കെ ഉണ്ടോ? കൃഷി ഇപ്പം എത്രയോ വാഴ നട്ടിട്ടുണ്ട്, ആ, തെങ്ങ് നട്ടിട്ടുണ്ട്, ആ. പിന്നെ കശുമാവുണ്ട്, മാവുണ്ട്, പേരയുണ്ട്. എത്ര സ്ഥലമുണ്ട്? ഒരേക്കർ, 2 ഏക്കർ, എത്ര ഉണ്ട്? അതൊക്കെ അറിയണ്ടേ? 1 ഏക്കറാണോ 2 ഏക്കറാണോ? സ്വന്തം സ്ഥലല്ലേ? ആ, അതെ, സ്വന്തം സ്ഥലമാ. ഓഹോ. റോഡിലേക്ക് എത്ര പോണം? ബസ് സ്റ്റോപ്പിലേക്ക് എത്ര ദൂരം നടക്കണം? സ്റ്റോപ്പിലേക്ക് ഇച്ചിരിയേ ഉള്ളൂ. ഇച്ചിരി നിന്ന് എത്ര മിനിറ്റ്? 10 മിനിറ്റ് മതിയോ? 20 മിനിറ്റ് വേണോ? അരമണിക്കൂർ വേണോ? 10 മിനിറ്റ് മതി. ഏ? 10 മിനിറ്റ് മതി. 10 മിനിറ്റ് മതി. സ്കൂളിലേക്കോ? സ്കൂളിലേക്ക് ഒരു 3 കിലോമീറ്റർ ഉണ്ട്. ബസ്സിലാണോ പോവാ? ആ, ബസ്സിന്. ഓക്കെ. ഏത് സ്കൂളാന്നാ പറഞ്ഞത്? വെള്ളിക്കുട്ടി ഹൈസ്കൂൾ. ഗവൺമെന്റ് സ്കൂളാണോ? ആ, ഗവൺമെന്റ് സ്കൂൾ. ഏത് വിഷയം ഇഷ്ടം മോക്ക്? എനിക്ക് കെമിസ്ട്രി ഇഷ്ടം. കെമിസ്ട്രിയോ? ആ, എന്നാ എല്ലാ പീരിയോഡിക് ടേബിളിലെ എല്ലാ എലമെന്റ്സിന്റെ പേരും പറ. എല്ലാം അറിയില്ല. ഏതൊക്കെ അറിയാൻ പറ. ഓക്സിജൻ, ഹൈഡ്രജൻ. അങ്ങനെയാണോ പറയാ? ആദ്യം മുതലല്ലേ പറയാ? ഹൈഡ്രജൻ, ഹീലിയം അങ്ങനെ പറയണ്ടേ? ആ ക്രമത്തിൽ പറയണ്ടേ? ആ, ഏ? ഞാൻ ഓർഡർ പഠിച്ചിട്ടില്ല. ആ ഓർഡറിൽ ബൈ ഹാർട്ട് പഠിക്കണം. ആ, അതിന് നല്ല നഴ്സറി റൈം ഉണ്ട്, അറിയോ? നഴ്സറി റൈം ഉണ്ട്. ആ, അത് അങ്ങനെ തന്നെ ബൈ ഹാർട്ട് പഠിച്ചാൽ, ആ നഴ്സറി റൈം പാട്ട് പോലെ പഠിച്ചാൽ എല്ലാ പീരിയോഡിക് ടേബിളിലെ എലമെന്റ്സും പടപടാതെ ബൈ ഹാർട്ട് പഠിക്കാൻ പറ്റും. ആ, അത് കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. ആ, യൂട്യൂബിൽ പോവുക. യൂട്യൂബിൽ പോയിട്ട് പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞ് അടിക്കുക. ഇംഗ്ലീഷ് ഒക്കെ എഴുതാൻ അറിയില്ലേ? അറിയാം, അറിയാം. ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയോ? കുറച്ച്. ഞാനിപ്പോ ഇംഗ്ലീഷിന്റെ ട്യൂഷന് പോകുന്നത്. എനിക്ക് ഇംഗ്ലീഷ് അത്ര പിടിയില്ല, എന്നാലും അറിയാം. എവിടെയാ ട്യൂഷന് പോണേ? ആരാ ട്യൂഷൻ പഠിപ്പിക്കണേ? ട്യൂഷന് ബിജു സാർ. അതിന് എത്ര കാശ് കൊടുക്കണം? ഒരു വർഷത്തേക്ക് 5000 രൂപ. എന്റെ ഭഗവാനെ. ഓരോ മാസം 500 രൂപ ഇംഗ്ലീഷ് ട്യൂഷന് മാത്രം കൊടുക്കണ വളരെ റിച്ച് ആയിട്ടുള്ള. അല്ല, ഇംഗ്ലീഷും ഉണ്ട്, മാത്സും ഉണ്ട്. അതെ, ഇംഗ്ലീഷും മാത്സും രണ്ടും കൂടി 500 രൂപ വെച്ചിട്ട് ഒരു മാസം കൊടുക്കണ്ട ആവറേജ്. നീ വലിയ കാശുകാരിയാണല്ലോ. അങ്ങനെയല്ല, അമ്മ പണിക്കെല്ലാം പോയിട്ട് ഇതൊക്കെ ഒപ്പിക്കുന്നത്. ഏ? അമ്മ പണിക്കൊക്കെ പോയിട്ട് എങ്ങനെയാ? എന്നിട്ടാണ് ഈ കാശ് ചെലവാക്കണത്. അല്ല, ഞാൻ ഇംഗ്ലീഷിലൊക്കെ പുറകോട്ടില്ല. ഇനി പ്ലസ് ടു ഒക്കെ എത്തുമ്പോ ഇംഗ്ലീഷൊക്കെ അല്ലേ വേണ്ടേ? അപ്പൊ നിന്റെ ചേച്ചി പ്ലസ് 2 പഠിച്ചല്ലേ? ചേച്ചിയോട് പഠിപ്പിക്കാൻ പറയണം. ചേച്ചി ഇംഗ്ലീഷിന് ഫെയിലായിരുന്നു. ഓഹോ, അത് പറ. ചേച്ചി എന്നോട് ട്യൂഷനായിരുന്നു. ചേച്ചി 4 മാർക്കിനാ പൊട്ടിയത്. ചേച്ചിയും ട്യൂഷന് പോയിരുന്നോ? ആ, ചേച്ചി 4 മാർക്കിനാ ഫെയിലായി. അല്ല, ചേച്ചിയും ട്യൂഷന് പോയിരുന്നോ? ആ, എന്നോട് വന്നായിരുന്നു 2-3 ആഴ്ച. അപ്പൊ മനസ്സിലായില്ലേ? അങ്ങനെ ട്യൂഷന് പോയിട്ടും നന്നായിട്ടില്ല എന്ന് മനസ്സിലായില്ലേ ഇപ്പൊ? അല്ല, ട്യൂഷന് പോയതുകൊണ്ട് ഇത്രയും മെച്ചമായത്. ഓ, അല്ലെങ്കിൽ 0 മാർക്ക് കിട്ടിയേനെ. അല്ലെങ്കിൽ 0 മാർക്ക് കിട്ടിയേനെ. എന്താ കഥ പറ. നിനക്ക് എന്ത് സയന്റിസ്റ്റ് ആവേണ്ടത് എന്റെ മോള്? അല്ല, എന്ത് സയന്റിസ്റ്റാ? എന്തിനെ കുറിച്ച് പഠിച്ചാലും സയന്റിസ്റ്റ് ആയി. കൃഷിയെ കുറിച്ച് പഠിച്ചാൽ കൃഷിയുടെ സയന്റിസ്റ്റ് ആവും.
സോഷ്യൽ സയൻസ് പഠിച്ചാൽ സോഷ്യൽ സയന്റിസ്റ്റ് ആയി. ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പഠിച്ചാൽ ലിറ്ററേച്ചർ സയന്റിസ്റ്റ് ആയി. ഏത് പഠിച്ചാലും സയന്റിസ്റ്റ് ആവും. നല്ലോണം പഠിക്കുമ്പോഴാണ് സയന്റിസ്റ്റ് ആവും. സ്പേസ് സയന്റിസ്റ്റ് ആവണമെങ്കിൽ ഫിസിക്സ് അറിയണം നല്ലപോലെ. ആ ഫിസിക്സ് ഇഷ്ടമാണോ? ഫിസിക്സിൽ ഏത് വിഷയമാണ് പഠിച്ചത്? ഇപ്പൊ സ്കൂളിൽ പഠിക്കുന്ന ചാപ്റ്റർ ഏതാ? ഇംഗ്ലീഷ് മീഡിയം ആണോ താൻ? എന്നിട്ടാണോ മാസം എന്ന് പറയും? അതായത് ഇപ്പം ഈ എന്താ പറയാ ഒരു എന്റെ പാർട്ടി പഠിപ്പിച്ച് ഞാനൊരു പാർട്ടിന്റെ ഒരു എക്സ്പെരിമെന്റ് പറഞ്ഞു. ഒരു പാത്രം അതിലേക്ക് വെള്ളം ഒഴിച്ചു. അതിലേക്ക് ഈ ലേസർ ടോർച്ച് ഇല്ലേ, ലേസർ ടോർച്ച്, അത് വെച്ച് ഇതിലേക്ക് ചെരിഞ്ഞ് പ്രതിഫലിച്ച പ്രകാശരശ്മിയില്ലേ, അതിന് ഈ വെള്ളത്തിന്റെ അവിടെ വെച്ച് വ്യതിയാനം, അതായത് അവിടെ ഒരു ഇതുണ്ടാവും, വ്യതിയാനം സംഭവിക്കും. അപ്പം ഈ വെള്ളത്തിന്റെ അടി വെച്ച് അതിന് ഈ പ്രകാശരശ്മിക്ക് വ്യതിയാനം ഉണ്ടായി. അത് ഇച്ചിരിയും കൂടെ മുമ്പിലായിട്ട് കാണും. ഇപ്പൊ വേറെ ഒരു എക്സ്പെരിമെന്റ് ആണ്. നോക്ക്, ഇത് ഭാരവുമായിട്ട് ബന്ധപ്പെട്ട ഒന്നല്ലല്ലോ. റിഫ്രാക്ഷൻ അല്ലേ, ഒപ്റ്റിക്സ് അല്ലേ പഠിപ്പിച്ചത്? ലൈറ്റിനെ കുറിച്ചല്ലേ പഠിപ്പിച്ചത്? ആദ്യം ഇത് പഠിച്ചു. ആദ്യം ഈ മാസിനെ കുറിച്ച് പുതിയ സാറാണ് വന്നേ. അന്നേരം സാറ് ഈ മാസത്തെ കുറിച്ച് മാസിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ഇതിലേക്ക് പോയത്. പിന്നെ അതിനുള്ള എക്സ്പെരിമെന്റ് എല്ലാം എനിക്ക് ഏകദേശം അറിയാം. ഓക്കെ. അമ്മയുടെ പേരെന്താ? അമ്മയുടെ പേര് തങ്കമ്മ. തങ്കമ്മക്ക് എക്സ്പെരിമെന്റ്സ് ഒക്കെ അറിയോ? തങ്കമ്മക്ക് എക്സ്പെരിമെന്റ് അറിയില്ല. തങ്കമ്മ ഏത് സ്കൂളിലാണ് പഠിച്ചത്? അമ്മ പൈസക്കരി. പൈസക്കരിയില്ലേ? അച്ഛന്റെ അമ്മയുടെയും വീട് അവിടെയല്ല, പൈസക്കരി ഭാഗത്താണ്. അമ്മേന്റേത് ഈ ചന്ദനക്കമ്പറയില. അമ്മക്ക് അറിയോ എന്നെ? അമ്മക്കറിയില്ല. അമ്മയുണ്ടോ അടുത്ത്? അറിയായിരിക്കും, എനിക്കറിയില്ല. അമ്മ ഏതുവരെ പഠിച്ചു? അമ്മ ഏതുവരെ പഠിച്ചു? ഓക്കെ. എന്താ ചോദിച്ചത് മോള്? ഡോക്ടർ ടി പി എസ്. ഡോക്ടർ ടി പി എസ്. ടി പി എസ്. ടീച്ചേഴ്സ് പാരന്റ്സ് സ്റ്റുഡൻസ്. ആരിതൊക്കെ കള്ളത്തരം പറഞ്ഞ് പഠിപ്പിച്ചത് നിന്നെ ക്യാമ്പ് ഉണ്ടെന്നൊക്കെ? ആരാ പറഞ്ഞത് ക്യാമ്പ് ഉണ്ടെന്ന്? നടുവില് ക്യാമ്പ് നടക്കാറുണ്ട്. ക്യാമ്പിൽ വന്ന് താമസിക്കണോ? ഓക്കെ. എന്നാ തനിക്ക് വേണ്ടി ഒരു ക്യാമ്പ് നടത്തും ഞാൻ അടുത്തുണ്ട്. ഓക്കെ. ഓക്കെ then. ശരി. ബൈ ബൈ. Bye bye. Thank you.